ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഇടങ്ങളാണ് ദുബായ് അൽ ജഫ്ലിയയിലെ 36 നമ്പർ വില്ലയും സത്വ കറാച്ചി ദർബാർ ബിൽഡിംഗും. നമുക്കേവർക്കും പ്രിയങ്കരായ ജയകുമാറേട്ടൻ്റെയും സിന്ധു ചേച്ചിയുടെയും ഈ ഭവനങ്ങളിൽ വച്ചാണ് എണ്ണമറ്റ വെള്ളിയാഴ്ചകളിലെ പ്രഭാതവേളയിൽ നാം ആധ്യാത്മിക സമിതി സത്സംഗങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നത്. സത്വ മലയാളി കുടുംബാംഗങ്ങളുടെ കലാ സാംസ്കാരിക പരിപാടികൾക്കും അതിൻ്റെ പശ്ചാത്തലത്തിനും വേദിയൊരുക്കുന്നതോടൊപ്പം അരങ്ങിലും അണിയറയിലും നിറഞ്ഞാടിയ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ സ്വന്തം ജയേട്ടനും സിന്ധു ചേച്ചിയും. നീണ്ട കാലത്തെ ഔദ്യോഗിക ജീവിതാനന്തരം ജന്മനാട്ടിലേക്ക് തിരികെ പോകുന്ന ഇവർക്ക് ആശംസകൾ നേരുന്നതോടൊപ്പം നമ്മുടെ ഓർമ്മകൾ ഇവിടെ പങ്കുവയ്ക്കാം.
ദേവതയെപ്പോലെ ശോഭിക്കുന്ന പെൺകുടി, നീ ആരാണ്? എന്തിനിവിടെ വന്നു? രാജധർമ്മം വെടിഞ്ഞു നടക്കുന്ന രാജാവേ, സർവ്വ തേജോനിധികളായ ദേവന്മാർക്ക് പോലും അത്ഭുതം ജനിപ്പിക്കുമാറ് നീതിക്ക് പുകൾപ്പെറ്റ ചോഴരാജ്യത്താണ് ഞാൻ പിറന്നത്. ഒരാക്ഷേപവും പറയാനില്ലാതെ പുകഴാർന്നു വാഴുന്ന മാച്ചാത്തുവാന്റെ പുത്രൻ ദുഷ്കൃതങ്ങളുടെ ഫലമെന്നോണം എന്റെ കാൽച്ചിലമ്പുകളിൽ ഒന്ന് വിൽക്കാൻ ശ്രമിക്കവേ നിന്നാൽ വധിക്കപ്പെട്ട ആ കോവലന്റെ ധർമ്മപത്നി കണ്ണകിയാണു ഞാൻ. ഹേ സുന്ദരി, കള്ളനെ വധിക്കുക എന്നത് രാജധർമ്മത്തിൽ പെടുന്നതല്ലേ? ധർമ്മനീതി പടരാത്ത പാണ്ഡിപ്പുരിക്കു നാഥ, ഒന്ന് ചോദിച്ചോട്ടെ, അങ്ങയുടെ പത്നിയുടെ നഷ്ടപ്പെട്ട ചിലമ്പിനുള്ളിലെ മണികൾ എന്തായിരുന്നു? സംശയമെന്ത്? അതിൽ മുത്തുമണികളായിരുന്നു. എങ്കിൽ കാണുക. ഈ പാണ്ഡിദേശം മുഴുവനായി പകരം വെച്ചാലും പിന്നെയും വിലമതിക്കാനാവാത്തതായ എന്റെ പൊൻ ചിലമ്പിനുള്ളിലെ മണികൾ അത് മാണിക്കക്കല്ലുകളാണ്. പതിവ്രതകളാൽ അലങ്കൃതമായ കാവേരി ഭൂപട്ടണത്തിലാണ് ഞാൻ ജനിച്ചത്. ആ നഗരത്തിൽ പിറന്ന ഒരു സ്ത്രീരത്നമാണ് ഞാനെങ്കിൽ എന്റെ പാതിവൃത്യത്തിന്റെ ശക്തിയിൽ ഈ മധുരാ നഗരം എരിഞ്ഞു ചാമ്പലാകട്ടെ. നമസ്കാരം. പിന്നെ ഞാൻ ഇവിടുന്ന് ഇത് എടുത്തിട്ടുണ്ട്. ജയേട്ടനും സിന്ധു വെച്ചും അവിടുന്ന് പോവുകയാണെന്ന് കേട്ട് ദുബൈന്ന് അവർ നാട്ടിലോട്ട് തിരിക്കണമെന്ന് പറഞ്ഞ്, അപ്പം അത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അയക്കാൻ വേണ്ടി ഒരാൾ ആവശ്യപ്പെട്ട് അതുകൊണ്ടാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറയില്ല. നമ്മൾ കുറച്ചു കാലം ഒന്നിച്ച് അവിടെ കഴിഞ്ഞതിൻ്റെ ചില മറക്കാൻ പറ്റാത്ത നമ്മുടെ അവിടുത്തെ ആ ഒരു അത് ആയിരുന്നു എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. നമ്മളൊരു സമിതിയിലാണ് എല്ലാവരും കൂടി ഒത്തുകൂടിയത്. നമ്മൾ കുടുംബം മാതിരി എല്ലാവരും ഒന്നിച്ച് അങ്ങനെ നമ്മൾ ഒരു പഴയകാലം അത് അതിൽ കൂടി നടന്ന് നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ നടത്തം കാര്യങ്ങളും ചെയ്യലുമല്ലോ. അപ്പം അതൊരു നല്ല ഇതായിട്ടാണ് സത്വസമിതി കുറച്ച് നല്ല കാര്യത്തിലായിട്ട് മുന്നോട്ട് പോയി. അതിൽ നല്ല പ്രവർത്തനം കഴിയുന്നതും ചെയ്യാനൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്ക്രിപ്റ്റ് അഭിനയിച്ച് നമ്മളെല്ലാവരും അഭിനയിച്ച് അതിൽ ജയേട്ടനും ഞാനും അഭിനയിച്ചിട്ടുണ്ട്, സിന്ധു ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒന്നിച്ച് 2-3 ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ല വിജയമായിരുന്നു. അവിടെ നല്ല പേരും കിട്ടി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റോൾ ഞാൻ അഭിനയിച്ചത് ആ മദ്യപനായിട്ട് ഉള്ള ഒരു റോൾ ഞാൻ ചെയ്ത് അത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പലരും എൻ്റെ അടുത്ത് തന്നെ അത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ചോദിച്ച്, നിങ്ങൾ ഈ സമയത്ത് മദ്യം കഴിച്ചിരുന്നോ എന്ന്. ഞാൻ പറഞ്ഞില്ല, കഴിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് തോന്നി നിങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്ന്. അത്രയും ഇതിലായിരുന്നതാണ് ഇത്. അപ്പം അതൊരു നല്ല അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആയിരം സ്വർഗത്തിലെ എന്നപ്പൂപ്പന്മാർക്ക് ഇഷ്ടം പോലെ എനിക്ക് കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെ മാനത്ത്. എന്റെ ദൈവമേ, ഇത് ഞാൻ ഇന്നും 4 കാലിലാണല്ലോ. അതേരേ, 4 കാലിൽ തന്നെയാ. അതിന് നിനക്കെന്താടി? എൻ്റെ കയ്യിലിപ്പോൾ പൈസ കൊടുത്തില്ല ഞാൻ കുടിച്ചത്. ശരിയാ, നിങ്ങളുടെ കയ്യിലെ പൈസ കൊടുത്ത് തന്നെയാ കുടിച്ചത്. പക്ഷേ ഇവിടെ കുറച്ച് ആത്മാക്കളുണ്ട്. അവർ വല്ലതും കഴിച്ചോ എന്നൊന്നും നിങ്ങൾ തിരക്കിയില്ലല്ലോ. എന്താടി, നിങ്ങളൊന്നും കഴിച്ചില്ലേ? പിന്നെ പത്താഴം നിറഞ്ഞു കിടക്കുകയല്ലേ വെട്ടി വിഴുങ്ങാൻ. ഡീ, ചുമ്മാ അതും ഇതും പറയാതെ നിനക്ക് ആ ശ്രീധരേട്ടൻ്റെ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൂടേ? പൈസ പിന്നെ കൊടുത്താൽ പോരെ? ആ, എന്നിട്ട് വേണം കടം വാങ്ങിയ കാശും ചോദിച്ചുകൊണ്ട് അങ്ങേരിനി ഇവിടെ കയറി ഇറങ്ങാൻ. ആ, എനിക്കൊന്നും അറിയാൻ മേല. നീ എന്താന്ന് വെച്ചാൽ ചെയ്യും, ഞാൻ പോകും. ഈശ്വര, ഈ മനുഷ്യന്റെ നശിച്ച കുടി കാരണം ഞാനും എൻ്റെ പെൺമക്കളും തെരുവിലിറങ്ങേണ്ടി വരുമല്ലോ. പണ്ടായിരുന്നെങ്കിൽ
ഭിക്ഷ എടുത്തെങ്കിലും ജീവിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് കാമവെറിയോടെ കഴുകൻ കണ്ണുകളുമായി പച്ച മാംസം കടിച്ചു കീറാനായി ചെന്നായക്കൂട്ടങ്ങൾ കാത്തു നിൽക്കുകയാണവിടെ. ഈ അവസ്ഥയിൽ എന്റെ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ അല്ലാതെ ഞാൻ എന്തു ചെയ്യും എന്റെ ദൈവമേ? നമ്മളുടെ ആ ഇതിൻ്റെ കൂട്ടായ്മയുടെ ഗുണം കൊണ്ടാണ് അതൊക്കെ വിജയിച്ചത്. പിന്നെ പലരും പല കാര്യങ്ങളും ചെയ്ത് നന്നായിട്ട് നമ്മുടെ വർക്ക് നല്ല വർക്കായിരുന്നു. എന്നും ഓർക്കും, എപ്പോഴും ഓർക്കും. അതായത് ഞാനിപ്പോഴും ആ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ട്. അത് മറക്കാൻ ഒരിക്കലും കഴിയില്ല. ദുബായിൽ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊന്നും അത് അത്രയും ഇതിലായിരുന്നു. അത് പിന്നെ ഇല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമസ്തേ ചേട്ടാ സിന്ധു. ഇത്ര കാലം ഉണ്ടായിരുന്ന പരിചയം ഇനി നമുക്ക് നാട്ടിൽ വന്നിട്ട് പുതുക്കാം. എന്തായാലും നിങ്ങൾ നാട്ടിലേക്ക് വരുന്ന അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ കാലങ്ങൾ നമ്മൾ ഒന്നിച്ച് ഒരു ഫാമിലി പോലെ അവിടെ കഴിയാൻ പറ്റി. അതന്നെ ഏറ്റവും സന്തോഷം. അതിൽ ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് കൂടിച്ചേരലുകളുണ്ടായിരുന്നു. അതിലെല്ലാം ഒരു രാജാവും രാജ്ഞിയായിട്ട് തന്നെ നിന്ന് ഞങ്ങളെല്ലാം സന്തോഷിപ്പിച്ച നിങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാട്ടിൽ വെച്ചിട്ട് കാണാം എന്ന് ആശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവിധ ആശംസകളും ഉണ്ടാക്കുന്നതിന് നാരായണ നാരായണ. വന്ദനം ദേവർഷി. വന്ദനം മഹാരാജൻ. വന്ദനം റാണി. അങ്ങയുടെ പാദസ്പർശത്താൽ വീണ്ടും ഈ കൊട്ടാരവും രാജ്യവും എല്ലാം ധന്യമായിരിക്കുന്നു. ത്രിലോക സഞ്ചാരിയായ അങ്ങ് തന്നെ വിശേഷങ്ങൾ അരുളിയാലും. നാരായണ നാരായണ. അശ്വപതി മഹാരാജൻ, അങ്ങയെപ്പോലുള്ള ധന്യാത്മാക്കൾ ഉള്ളതിനാൽ ത്രിലോകങ്ങളിലും ശാന്തിയാണ്. ഞാൻ വന്ന് ഇത്ര നേരമായിട്ടും ആദിത്യദേവന്റെ നാമധേയത്തോടു കൂടിയവളും പേരിനെ അന്വർത്ഥമാക്കും വിധം പ്രഭ ചൊരിയുന്നവളുമായ സാവിത്രിയെ കണ്ടില്ലല്ലോ. ദേവർഷി, സാവിത്രിക്കിപ്പോൾ പരിണയപ്രായമായിരിക്കുന്നു. അനുരൂപനായ വരനെ തിരഞ്ഞെടുക്കുവാൻ ഞാൻ അവൾക്ക് അനുവാദം നൽകിയിരുന്നു. അതിൻ പ്രകാരം അംഗരക്ഷകരാലും പരിചാരകരാലും അനുഗതയായി കനകരഥത്തിൽ യാത്ര പോയിരിക്കുകയാണ്. തിരിച്ചു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാരായണ നാരായണ. വിഷമിക്കേണ്ട മഹാരാജൻ, ഒരാപത്തുമില്ലാതെ സാവിത്രി തിരികെ എത്തും. പ്രണാമം ദേവർഷേ. ദീർഘസുമംഗലീ ഭവ. വന്ദനം പിതാവേ, വന്ദനം മാതാവേ. പ്രിയ വത്സേ സാവിത്രി, നിന്റെ ഭർത്തൃപദം അലങ്കരിക്കുവാൻ യോഗ്യനായ ആരെയെങ്കിലും നീ കാണുകയുണ്ടായോ? ഉവ്വു പിതാവേ, ഞാൻ കണ്ടു. പറയൂ മകളെ, ആരാണ് ആ രാജകുമാരൻ? അദ്ദേഹം ഇപ്പോൾ രാജകുമാരനല്ല പിതാവേ. കിരീടം നഷ്ടപ്പെട്ട ദ്യുമത്സേന മഹാരാജാവിന്റെ പുത്രനാണ് അദ്ദേഹം. കാട്ടിലൊരു കുടിലിൽ കഴിഞ്ഞുകൂടുന്ന വൃദ്ധരായ മാതാപിതാക്കളെ കാത്തുപോരുന്നവനും ഒരു സന്യാസിയെപ്പോലെ തപശ്ചര്യ അനുഷ്ഠിക്കുന്നവനും രാജ്യാവകാശം നഷ്ടപ്പെട്ട രാജകുമാരനുമാണ് അദ്ദേഹം. പേര് സത്യവാൻ. സത്യവാൻ സത്യവാൻ ദേവർഷേ, പറഞ്ഞാലും എന്താണ് അങ്ങയുടെ അഭിപ്രായം? നാരായണ നാരായണ. അശുഭോദർക്കമായ ഒരു കാര്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ഈ സ്വയംവരം നടക്കാൻ പാടില്ല. ഇത് നടന്നാൽ സാവിത്രിക്ക് വൈധവ്യം വന്നു ചേരും. ഇന്നേക്ക് ഒരാണ്ട് തികയുന്ന ദിനം ആ യുവാവ് മരണമടയും. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. മകളെ, നീ എന്ത് ഭ്രാന്താണ് പുലമ്പുന്നത്? ജ്ഞാനത്തിന്റെ മൂർത്തിമത് ഭാവമായ നാരദ മഹർഷിക്ക് തെറ്റുപറ്റിയെന്നാണോ നീ വിശ്വസിക്കുന്നത്? നാരായണ നാരായണ. മകളെ, ഒന്നോർത്താൽ
ദേവർഷിയുടെ സാന്നിധ്യം നമ്മെ തുണച്ചു. പരിണയത്തിന് ശേഷമാണിത് അറിഞ്ഞിരുന്നതെങ്കിൽ എൻ്റെ മകൾക്ക് വൈധവ്യം വന്നുകൂടുമായിരുന്നു. ഹതഭാഗ്യനും അല്പായുസുമായ ഒരുവന് ഞാൻ നിന്നെ ഒരു കാലത്തും വിവാഹം കഴിച്ചു കൊടുക്കുകയില്ല. സാരമില്ല ഛാ. സാധുവും ധീരനുമായ ആ സത്യവാനെ ഞാൻ സ്നേഹിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ മനസ്സാ വരിച്ചു കഴിഞ്ഞു. ഇനി അത് മാറ്റി അന്യനെ വരിക്കാൻ നിർബന്ധിക്കരുതേ. എന്റെ മനഃശുദ്ധിക്ക് കളങ്കം വരുത്താൻ എനിക്കാവില്ല. ഒരു കന്യക ഒരിക്കൽ മാത്രമേ ഭർത്തൃപരിണയം നടത്തൂ. നാരായണ നാരായണ. സുഭഗേ സാവിത്രി, അറിഞ്ഞുകൊണ്ട് ദുർവിധിയെ വരിക്കുന്നത് ഭൂഷണമല്ല മകളെ. സത്യവാന് ഒരാണ്ടിൽ കൂടുതൽ ആയുസില്ല എന്നത് മാതാവിന്റെ നിശ്ചയമാണ്. അത് മാറ്റാൻ എനിക്കോ നിനക്കോ കഴിയുകയില്ല. ദേവർഷേ, അതാണ് വിധാതാവിന്റെ നിശ്ചയമെങ്കിൽ ആ ദുർവിധിയെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ്. മകളെ, നമുക്ക് ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം തീരുമാനിച്ചാൽ പോരെ? ഇല്ലമ്മേ, എന്റെ തീരുമാനത്തിൽ ഇനി മാറ്റമില്ല. ഒരു കള്ളന്റെയോ സ്ത്രീ ലമ്പടന്റെയോ കൂടെ 100 വർഷം ജീവിക്കുന്നതിലും ഭേദം സത്യസന്ധനും ധീരനുമായ സത്യവാന്റെ കൂടെ 1 വർഷം ജീവിക്കുന്നതാണ്. ഇനി ഞങ്ങൾ എന്ത് പറയാനാണ്? എല്ലാ തീരുമാനവും നീ എടുത്തു കഴിഞ്ഞില്ലേ? എല്ലാം ഇനി നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിൽ മടത്തിപ്പറമ്പിൽ. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനും സിന്ധു ചേച്ചിയും ദുബായിലെ തങ്ങളുടെ ഔദ്യോഗിക ജീവിതം മതിയാക്കിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനൊരു ആശംസ എന്ന നിലയിലും പിന്നെ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ, അവരോടൊത്തുള്ള കുറച്ച് അനുഭവങ്ങളും കൂടി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ സത്വ സമിതിയിൽ വരുന്ന കാലത്ത് എന്നെ അജിത്തേട്ടനാണ് സത്വയ്ക്ക് പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നല്ലോ എൻ്റെ ജോലി. അപ്പോൾ ആ കാലത്ത് ഞാൻ സമിതിയിലെത്തുമ്പോൾ വളരെ നേരത്തെ തന്നെ എത്തിയിട്ട് അതിൻ്റെ ബുക്കുകൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിലും കാര്യങ്ങളിലും എല്ലാം സിന്ധു ചേച്ചി വളരെ കാര്യങ്ങളായിട്ട് ഇടപെട്ടിരുന്നു ഈ കാര്യങ്ങളൊക്കെ. കാരണം അതിനു മുമ്പ് ഞാൻ വേറെ സമിതിയിലുണ്ടായിരുന്ന കാലത്ത് എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. കോർഡിനേഷൻ ഉണ്ടായില്ല വെച്ചാൽ അമ്മമാരൊക്കെ വന്നു പോകും, അവർക്ക് നമ്മളോട് അത്രയ്ക്ക് അങ്ങനത്തെ ഒരു ആത്മാർത്ഥത ഞാൻ കണ്ടിട്ടില്ല. ആദ്യം നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് സിന്ധുമാർ എല്ലാവരും ഇടപെട്ടത്. അതെനിക്ക് വളരെ ഒരു സന്തോഷമുള്ള കാര്യമായിട്ട് ഞാൻ എടുത്തു പറയപ്പെടും. ആ ഒരു സംഭവങ്ങൾ അന്ന് രാജേട്ടനാണ് നമ്മുടെ ആധ്യാത്മിക സമിതിയുടെ സത്വയുടെ കോർഡിനേറ്റർ. പിന്നെ ബിജുവേട്ടനായി, പിന്നീട് ഞാനൊക്കെ വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ജയേട്ടനും ഫാമിലിയും വളരെ ആത്മാർത്ഥമായിട്ട് എന്ത് കാര്യത്തിനായാലും, നല്ല സൗകര്യമുള്ള വീടായിരുന്നു അവരുടേത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സമിതി നടത്താനും എന്ത് കാര്യത്തിനും കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു കുടുംബമാണ് ജയേട്ടൻ്റേത്. അതുപോലെ ഒരു നടൻ, നമ്മുടെ ആധ്യാത്മിക സമിതിയുടെ എല്ലാ സ്കിറ്റുകളിലും പ്രധാനപ്പെട്ട ഒരു വേഷം രണ്ടുപേരും സിന്ധു ചേച്ചി ആയാലും ജയേട്ടനായാലും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജാവ് എന്നൊക്കെയാണ്, നമ്മുടെ രാജാവ് രാജ്ഞി എന്നൊക്കെയാണ് അജിത്തേട്ടൻ എപ്പോഴും പറയാറ്. അല്ല, സമിതിയിൽ എല്ലാവരും അങ്ങനെ പറയാറ്. അതൊക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഓർക്കാണ്. അതുപോലെ ആർക്ക് ഒരു ജോലിയുടെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ആര് വന്നാലും സമിതിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ മറ്റുള്ളവരൊന്നും അങ്ങനെ സഹായിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ജോലി ശരിയാക്കി കൊടുക്കുക ഒരാൾക്ക്, അതൊക്കെ ഇടപെട്ട് ചെയ്യാനുള്ള ഒരു തൻ്റെയിടം നമ്മുടെ ജയേട്ടൻ കാണിച്ചിട്ടുണ്ട്. മറ്റു പലർക്കും ജോലിയാക്കി കൊടുക്കുന്ന കാര്യത്തിലായാലും മറ്റു പലരും പലപ്പോഴും ഒഴിഞ്ഞു മാറല്ല ചെയ്യാം. അപ്പം അദ്ദേഹം അങ്ങനെയായിരുന്നില്ല. അത് ഞാനൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണാണ്. കൂടുതലൊന്നും പറയാനില്ല, ഒരുപാട് ആൾക്കാർക്ക് പറയാനുണ്ടാവുമല്ലോ. ജയേട്ടനും ചേച്ചിക്കും മക്കൾക്കും കുടുംബത്തിന് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. നമസ്തേ. അമ്മൂമ്മേ, ഒന്ന് നോക്കി നടക്ക്.
അവിടെ എങ്ങാനും മാറിയിരിക്കേ. ഈ തിരക്ക് കഴിഞ്ഞിട്ട് പോയാ പോരെ? മോനെ, എന്റെ മോൻ രാമകൃഷ്ണനെ കണ്ടുവോ? അവൻ എവിടെയാണാവോ? എന്നെ തിരയുണ്ടാവോ? കൃഷ്ണ, ഒറ്റപ്പെട്ടു പോയതാണല്ലേ? അല്ലല്ല, അവരെ എനിക്ക് ഗുരുവായൂരപ്പന്റെ ഫോട്ടോ വാങ്ങാൻ പോയതാ. അമ്മൂമ്മ ഇവിടെ ഇരുന്നോളൂ, അവരിപ്പോ വരും. എനിക്ക് പോകാൻ അല്പം തിരക്കുണ്ട്. കൃഷ്ണ, ഗുരുവായൂരപ്പ. നമസ്തേ ചേട്ടാ, എന്താ നിങ്ങളുടെ അമ്മയ്ക്ക് പറ്റിയത്? ഏയ്, എന്റെ അമ്മയൊന്നല്ല. പിന്നെ ആരാണ്? മക്കളെ, നിങ്ങൾ എന്റെ മകനെ കണ്ടുവോ? എന്നെ ഒന്ന് അവന്റെ അടുത്ത് കൊണ്ടുപോ. എവിടെയാ അമ്മയുടെ മകനുള്ളത്? അറിയില്ല മോനെ, അവൻ എന്നെ എവിടെ ഇട്ടിട്ട് പോയതാ. മക്കളെ കൊണ്ട് തള്ളിയതാ. ഇതിപ്പോ പതിവ് കാഴ്ചയാണ്. ഞാൻ പോകുന്നു. ചേട്ടാ, അങ്ങനെ പെട്ടെന്ന് പോവല്ലേ. നമുക്ക് ഈ അമ്മയെ അവരുടെ മകനെ ഏൽപ്പിക്കേണ്ടേ? നിങ്ങൾ ഏൽപ്പിക്കുകയോ ഏൽപ്പിക്കാതിരിക്കുകയോ ചെയ്തോ, ഞാൻ പോകുന്നു. എനിക്ക് കുറച്ച് തിരക്കണ്ടേ. ഭഗവാനെ, ഗുരുവായൂരപ്പ, ഇനി ഞാൻ എന്താ ചെയ്യാ? അയ്യോ, എന്റെ മക്കളെ കാണാനില്ലല്ലോ. അയ്യോ, ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ, കൃഷ്ണ. അമ്മേ, അമ്മ വിഷമിക്കാതെ, ഞങ്ങൾ അമ്മയെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കാം. ദേ, ക്ഷേത്രക്കാർ വരുന്നുണ്ട്, നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ശരിയാ, നീ പോയി സംസാരിക്കേ. ഞാൻ വരുന്നില്ല. അവരുടെ സംസാരം കേട്ടാ എനിക്ക് ചൊറിഞ്ഞു വരും. കൃഷ്ണ, ഗുരുവായൂരപ്പ. സാറേ, ഒരമ്മയെ കൂടി നടതള്ളി പോയിരിക്കുന്നു മക്കൾ. കൃഷ്ണ, സാർ കാര്യമായിട്ട് ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടണം. ഇയാൾക്കറിയാലോ, ക്ഷേത്രത്തിൽ അതിനുള്ള ഫണ്ടൊന്നുമില്ല. ഇവരെ ഒന്നും സംരക്ഷിക്കേണ്ട ചുമതല ക്ഷേത്രത്തിനുമില്ല. താമല്ല കോർപ്പറേഷനും മറ്റോ പോയി പറ. അയ്യോ സാറേ, സാർ എന്തെങ്കിലും ചെയ്യണം. എന്താ മലയാളത്തിലല്ല ഞാൻ പറഞ്ഞേ, മനസ്സിലായില്ലേ? സാറ് പറഞ്ഞത് കേട്ടില്ലേ? വെറുതെ രംഗഭക്ഷണാക്കണ്ട. പോ പോ പോ. മോനെ, നിങ്ങൾ പറയണതൊക്കെ ഞാൻ കേട്ടു. അവരെന്നെ ഉപേക്ഷിച്ച് പോയതാണോ? ആണോ? അല്ല അല്ല, എന്റെ മകൻ അങ്ങനെ ഒന്നുമല്ല. അങ്ങനെയല്ല, അങ്ങനെയല്ല അവൻ വളർന്നത്. അവനെ ഞാൻ വളർത്തിയത് അങ്ങനെയല്ല. അമ്മ വിഷമിക്കാതെ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കയ്യിൽ ഇത്തിരി സമ്പത്തും പ്രൗഢിയും വന്നപ്പോ സ്വാർത്ഥരായി. കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനെയും അമ്മയെയും ആർക്കും വേണ്ടാതായി. കലികാലം. അവന്മാർക്കിതൊന്നും അറിയണ്ടത്രേ. ഏറ്റെടുക്കാൻ പറ്റില്ലെന്നും ഫണ്ടില്ലാത്രേ. ക്ഷേത്രമായി പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തനെ. അതാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഒന്നും നടക്കില്ലല്ലേ? നടക്കും നടക്കും, തെക്ക് വടക്ക്. എന്റെ മോനെ നിങ്ങളെ കണ്ടില്ല അല്ലേ? എന്റെ മോനെ കണ്ടില്ലേ? അവൻ ഇനി വരില്ല അല്ലേ? വളരെ സ്നേഹത്തോട് കൂട്ടിക്കൊണ്ടുവന്നത് ഇതിനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്റെ ഭഗവാനെ. കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ, അവർക്ക് നല്ലത് മാത്രം വരുത്തണേ. നാരായണ നാരായണ. നമസ്തേ.
നമ്മളുടെ എല്ലാവരുടെയും മിത്രമായ ജയേട്ടനും സിന്ധേച്ചി യാത്രയക്കാനായിട്ട് അവിടെ ചടങ്ങിൽ കൂടിയിട്ടുള്ള എല്ലാ ആധ്യാത്മിക സമിതി സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും കുടുംബത്തെയും ഞങ്ങൾ ഒപ്പുകൈ. ഞങ്ങൾക്കും പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല, വരാൻ കഴിഞ്ഞില്ല. അതിൽ അതിയായ വിഷമമുണ്ട്. എങ്കിലും ഞങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ട്. കൂടാതെ ഇങ്ങനെയുള്ളൊരു മീഡിയത്തിൽ കൂടിയെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഏകദേശം 10-15 വർഷം മുമ്പായിരുന്നു സത്വ ആധ്യാത്മിക സമിതി രൂപീകൃതമായിട്ടുള്ളത്. അന്ന് തുടങ്ങി അന്ന് മുതൽ ഓരോ മെമ്പർമാർക്കും അറിയാം ജയേട്ടനെയും സിന്ധുവേച്ചിയുടെയും ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പതിഞ്ഞ 2 വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇവർ രണ്ടുപേരും. എങ്കിലും അപ്പോൾ തിരിച്ചുപോക്കിൻ്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, നമുക്കത് തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് വിഷമമുണ്ടാവും. എപ്പോഴും ആഗ്രഹിക്കും നമ്മൾ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. പക്ഷേ അവർ നാളെ അവരുടേതായ മേഖലകളിലേക്ക് തിരിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വിഷമമുണ്ട്. പക്ഷേ അനിവാര്യമായ തിരിച്ചുപോക്കിലാണ് അവർ നിൽക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും കൂടെ. ഈ അവസരത്തിൽ ജയേട്ടനും സിന്ധുവച്ചിക്കും ഇനി ഭാവിയിൽ എല്ലാവിധ ഉയർച്ചകളും ആയുരാരോഗ്യ സൗഖ്യവും സന്തോഷവും ഉണ്ടാവാനായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏട്ടാ നമസ്കാരം. 34 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലോട്ട് തിരിച്ചു വരുന്ന ജയേട്ടനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജയേട്ടനും കുടുംബവും ദീർഘകാലത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരികയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നാടും വീടും വിട്ട് മരുഭൂമിയിൽ യാന്ത്രിക ജീവിതം നയിക്കേണ്ടി വരുന്ന നമ്മിലേക്ക് ഊഷ്മളമായ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാന്ത്വന മന്ത്രമോദിത്തുന്ന ജയേട്ടനും സിന്ധു ചേച്ചിയും. ഭാരതീയ സംസ്കൃതിയുടെ ഒരു തരി വെളിച്ചം നമുക്കും നമ്മുടെ തലമുറകളിലേക്കും പകർന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇവരെ പോലെയുള്ള സുമനസ്സുകളുടെ പങ്ക് ചെറുതല്ല. ഞങ്ങൾ കൃതാർത്ഥരാണ്. കർമ്മഭൂമിയിൽ നിന്നും ജന്മഭൂമിയിലേക്ക് തിരികെ പോകുന്ന ജയേട്ടനും കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഒപ്പം ആയുരാരോഗ്യ സൗഖ്യത്തിനായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പവനപുരേശാരാധാ കൃഷ്ണ പവനപുരേശാരാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശംഭോ ശങ്കര സാംബ സദാശിവ ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ ചരണയുഗം
रघुपति राघव राजा राम पतित पावन सीताराम रघुपति राघव राजा राम पतित पावन सीताराम मंगलम रामचंद्राय महनीय गुणाब्धये चक्रवर्ती धनुजाय सार्वभौमाय मंगलम मंगलम सत्यपालाय धर्म संस्थित हेतवे सीतामनोभिरामाय रामचंद्राय मंगलम कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि सर्वं श्रीनारायणायेति समर्पयामि ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः